തരംഗമുണ്ട് എങ്കിൽ ഒരുപക്ഷേ ഈ ഇപ്പോൾ കോൺഗ്രസ്സൊക്കെ അവകാശപ്പെടുന്നത് പോലെ 100 സീറ്റിന് മുകളിലേക്ക് അല്ലെങ്കിൽ ഭരണപക്ഷം അവകാശപ്പെടുന്നത് പോലെ വലിയ മുന്നേറ്റത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരു സ്ഥിതി വരണം. പക്ഷേ നമ്മളിപ്പോൾ പോളിംഗ് ശതമാനം ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള 78.13% അതൊരു പക്ഷേ 80% വരെ പോയേക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പോഴും അങ്ങനെ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പോയാൽ പോലും ഇതൊരു വലിയ തരംഗമാണ് എന്ന് വിലയിരുത്താൻ കഴിയുന്ന തരത്തിലുള്ള പോളിംഗ് ശതമാനമാകുന്നില്ല. അപ്പോൾ അസമിലാണെങ്കിൽ 85.49% പുതുച്ചേരിയിലാണെങ്കിൽ 89.87% വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 76% പോളിംഗ്. 76% SARന് മുൻപുള്ളതാണ്. ഇപ്പോൾ SARന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന പോളിംഗ് ശതമാനത്തിൽ വെറും 2% ഡിഫറൻസ് മാത്രമേ ഇപ്പോഴുള്ളൂ. ഒരു പക്ഷേ 1-2% ഒരു മാറ്റം ഉണ്ടാകാം. അപ്പോൾ SARൽ എന്താണ് ഉണ്ടായത്? കേരളത്തിൽ ഏതാണ്ട് 8,59,000 വോട്ടർമാർ SARലൂടെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ മണ്ഡലങ്ങളിലെയും കണക്ക് പരിശോധിച്ചാൽ ഏതാണ്ട് 2,000 മുതൽ 6,000 7,000 വരെ വോട്ടുകൾ ഓരോ മണ്ഡലത്തിൽ നിന്നും കട്ട് ചെയ്തിട്ടുണ്ട് SARലൂടെ. അപ്പോൾ അത്രയും വോട്ട് അവിടെ കുറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും പുതിയ വോട്ടുകൾ ചേർത്തിട്ടുമുണ്ട്.